ടിവിയും കണ്ടിരുന്നാ മതിയല്ല. എനിക്ക് അടുത്തുള്ള അമ്പലത്തിലും പള്ളിയിലേക്ക് ഒന്ന് പോകണം. ഇത് കണ്ടോ? ഇത് കലണ്ടർ അല്ലേ? അത് മനോരമ തന്നെ. ഇതിലിപ്പോ ഇത്ര കാണാതിരിക്കുന്നേ? അതല്ല മനുഷ്യ, മാസം 4 കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞ് കല്യാണം എന്ന് പറഞ്ഞിട്ട് മാസം 4 ആയിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചൂടും ഉഷാറും ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഈ ഫോൺ എടുത്തൊന്ന് വിളിച്ചാൽ? അല്ല, അത് പിന്നെ കഴിഞ്ഞ ആഴ്ച ഒന്ന് വിളിച്ചല്ലേ ഉള്ളൂ. ഇനി അടുത്ത ആഴ്ച വിളിച്ചാ പോരെ? നമ്മൾ എപ്പോഴും വിളിച്ചാലേ അവർക്കൊരു ചൂടും ഉഷാറും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ഉഷാറുണ്ടായിട്ട് എന്താ കാര്യം? ആ ദിവ്യക്ക് ബാങ്ക് ജോലി കിട്ടണ്ടേ? അമ്മേ, SBI കുറെ പുതിയ പോസ്റ്റ് ഒക്കെ വിളിച്ചിട്ടുണ്ടല്ലോ. ദിവ്യ അപ്ലൈ ചെയ്തോ അമ്മേ? ഓ, എല്ലാം മുറയ്ക്ക് നടക്കുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. സ്വാതിയുടെ അച്ഛനും അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നു കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയിന്ന്. കേട്ടോ, അവനോട് അവര് വിളിച്ച് ചോദിക്കുന്നു കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എന്തായിന്ന്. കല്യാണം ചെറുക്കനെ വിളിച്ചിട്ടാണോ ഏർപ്പാട്? ഇവിടെ കാരണവന്മാര് ചത്തുപോയിട്ടില്ലെന്ന് പറഞ്ഞാല്. അതെ, അവർക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലേ വിവരാവകാശ കമ്മീഷനെ കൊണ്ട് ഒരു പരാതി കൊടുക്കാൻ പറ. അവര് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചല്ലേ അമ്മേ? ആഹാ, ഇപ്പൊ നീ അവരുടെ ഭാഗമായോ? അതെ, കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് ഒരു രീതി സമയമൊക്കെ ഉണ്ട്. അമ്മേ, ദിവ്യ സാദി ഒരേ പ്രായമല്ലേ? അപ്പൊ ദിവ്യ ഇവിടെ നിർത്തിക്കൊണ്ട് സാദിയുടെ കല്യാണം നടത്താൻ പറ്റുമോ? അവള് ബാങ്ക് ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നീണ്ടു പോകത്തില്ല അമ്മേ. നീണ്ടു പോട്ടെ, ഒരു കല്യാണമല്ലേ മുടങ്ങിയുള്ളൂ എന്ന് പറഞ്ഞ് നിന്റെ മൂക്കി പല്ലൊന്നും മുളച്ചിട്ടില്ലല്ലോ. ഒരു കല്യാണക്കാരൻ വന്നിരിക്കുന്നു. അല്ല, എന്താ കണ്ടു വിളിച്ചോണ്ടിരിക്കുവാ? മര്യാദക്ക് തേങ്ങ തരണ്ട മനുഷ്യ. അരച്ച് കറി വെക്കാനുള്ളതാ. ഈശ്വര, 12-ാം തീയതി എത്തിയല്ലോ. കല്യാണം ഇങ്ങ് അടുത്തു. ഈശ്വര, 13-ാം തീയതി 2 മാസത്തെ പാലിന്റെ പൈസ. ആപ്ലിക്കേഷൻ. ബാങ്ക് ഓഫ് ബറോഡ, ദേന ബാങ്ക്, അതെ അതെ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ. ബിക്കാനീറോ? എന്റെ ഗുരുവായൂരപ്പ, ഇവിടുത്തെ എന്ത് ഭാവിച്ചോണ്ടാ? ദിവ്യേ, മോള് പുതിയ ബാങ്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ വന്നായിരിക്കും അല്ലേ? എന്താവോ ഇവിടെ ഒന്നും സ്ഥലമില്ലാണ്ട് ബിക്കാനീർ. പഴയ പ്ലാസ്റ്റിക് ചക്കിൽ നിന്ന് 10,000. നമ്മുടെ കച്ചവടം കേറ്റോ കേട്ടോടി. ചന്ദ്രന്റെ ചായക്കടയിൽ ആഴ്ചയിൽ ഒരു 4 കുപ്പി വെച്ചെടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫെനോയില് 4 കുപ്പി ഫെനോയില്. SBT 3000 ഒഴിവ് വിളിച്ചിട്ടുണ്ട്. നീ അപേക്ഷിച്ചില്ലേടി? അമ്മ ഒന്നും അറിഞ്ഞില്ലേ? SBT SBI തമ്മിൽ ലയിപ്പിക്കാൻ പോവാ. എനിക്ക് ബിക്കാനീർ മതി. പങ്കജാക്ഷന ഇന്നാ. ഹലോ ഹലോ ഹലോ, എന്തൊക്കെയുണ്ട് പവിത്ര വിശേഷങ്ങൾ? അല്ല, ഇപ്പൊ വിശേഷങ്ങളായിട്ട് അങ്ങനെ അല്ല, നമുക്ക് വിശേഷങ്ങളൊക്കെ ശരിയാക്കണ്ടേ? കല്യാണം നടത്താന്ന് പറഞ്ഞിട്ട് 6 മാസം കഴിയാറായി. അല്ല അത് പിന്നെ ഈ മോക്ക് പിന്നങ്ങോട്ടൊരു ആലോചനയൊന്നും വന്നില്ല. അവള് പിന്നെ ഈ ബാങ്കിന്റെ മറ്റേ ടെസ്റ്റിന്റെ ഈ റിസൾട്ട് ഒക്കെ വന്നിട്ട്. അല്ല, കുടുംബക്കാരൊക്കെ ചോദിക്കുന്നു. ഞങ്ങള് അവരോടൊക്കെ എന്ത് പറയും? അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇങ്ങതാ ഞാൻ പറയാം. അല്ല, അത് പിന്നെ ഞാനും ഇവിടെ ഒന്ന് ആലോചിച്ചിട്ട്. ആലോചിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും ഓർത്തത്, ചെറുക്കന്റെയും പെണ്ണിന്റെയും അമ്മമാര് തമ്മിലും സംസാരിക്കും. അല്ല, അത് വേണോ? അത് വേണമല്ലോ, ഞാൻ കൊടുക്കാം. കൊടുക്കാം. പിള്ളേരുടെ അച്ഛൻ പറഞ്ഞത് ശരിയാ ചേച്ചി. ചേച്ചീന്ന് ആ മുതുകിത്തള്ള എന്നെ വിളിക്കുക ചേച്ചീന്ന്. ആണോ? കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടക്കുന്നില്ലെന്നേ. മാത്രമല്ല, ഒരു ജോലി കിട്ടാതെ എങ്ങനെ പെങ്കൊച്ചിനെ വേറൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്? നമ്മുടെ കാലം കഴിഞ്ഞാൽ അവര് ജീവിക്കണ്ടേ? നമ്മൾ വാക്കാൽ ഒരു കാര്യം പറഞ്ഞു ഉറപ്പിച്ചതല്ലേ സുകുമാരി ചേച്ചി? ഇവിടെ പന്തലുകാരൊക്കെ ചോദിക്കുക കല്യാണം എന്താ മാറിപ്പോയോന്ന്. ഞങ്ങള് ബന്ധുക്കാരോടും നാട്ടുകാരോടൊക്കെ എന്ത് പറയും? അവരോടൊക്കെ ചെറുക്കന്റെ പെങ്ങൾക്ക് ജോലി കിട്ടിയില്ലാന്ന് പറയാനൊക്കോ സുകുമാരി ചേച്ചി? അവളെ ഉരുളിയും കൊട്ടകം ഒക്കെ കമത്തി പെടാതിരുന്നേനെ ഞാൻ അങ്ങനെ അവളുടെ ചേച്ചിയാവും. അതെന്നാ വർത്തമാനോ? ദിവ്യ സ്വാതി ഒരേ പ്രായമല്ലേ? അപ്പൊ ഞങ്ങളുടെ ദിവ്യ ഇവിടെ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ സ്വാതിയുടെ കല്യാണം നടത്താൻ പറ്റുമോ? അതൊക്കെ നമ്മളൊന്ന് ഓർക്കണ്ടേ? ദിവ്യക്ക് കല്യാണം നടക്കാത്തതേ അവളുടെ അഹമ്മദിക്ക് നിങ്ങൾ കൂട്ടു നിൽക്കുന്നത് കൊണ്ടാ. അവക്ക് ബാങ്ക് പരീക്ഷ എഴുതാൻ കമ്പുണ്ടെന്ന് വിചാരിച്ചേ നിങ്ങൾ വേണ്ടേ സമയത്തിന് കല്യാണം നടത്താൻ? ബാങ്ക് പരീക്ഷ എഴുതാൻ കമ്പോ? പഠിക്കാൻ പോകുന്ന ഒരു പെങ്കുച്ചിനെ കുറിച്ച് പറയാൻ കൊള്ളാവുന്ന വർത്താനമാണോ നിങ്ങൾ ഈ പറഞ്ഞത്? അതെ, നിങ്ങളുടെ മോൾക്ക് ആദ്യം ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് കൂടുതൽ ഇരകളിക്കണ്ട. നിങ്ങൾ പോ പെണ്ണുമ്പിള്ള.
നിങ്ങളുടെ തലതെറിച്ച പെണ്ണിനെ വേണ്ട. ഇതേ അടക്കം ഒതുക്കുള്ള പെണ്ണുങ്ങൾ താമസിക്കുന്ന വീടാ. ആ ഞങ്ങൾക്ക് പണ്ടേ വേണ്ടതല്ലേ. കുഴച്ചോ ദാമ്പത്യ ജീവിതത്തിൽ കുഴക്കല് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? ആ ബ്രോക്കർ എന്നെ വിളിച്ചിരുന്നു സ്ഥലം കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചിട്ട്. സ്ഥലത്തിന്റെ വില കൂടി വരുന്നുണ്ട് പോലും. എന്റെ ഫോൺ എന്നാ അത് കേട്ട് അവിടെ ഉണ്ടോ? ആ എവിടെയാണെങ്കിലും കാണും. ആ വൈബ്രേഷൻ മോഡിലായിരിക്കും. ആഹാ, അടിച്ച് ഫിറ്റായിരിക്കുകയാണെന്ന് അറിയാൻ വേണ്ടി വിളിക്കുവാണ്. ഹലോ. എന്നെ ചതിക്കുമായിരുന്നല്ലേ? ചതിയോ? എന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞ് എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അരുണേട്ടൻ്റെ അമ്മ എന്റെ അമ്മയോട് നിങ്ങളുടെ തല തെറിച്ച മോളെ എന്റെ മോന് വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി എന്നെ ചതിക്കുമായിരുന്നു. എടാ, ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോയതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എടാ, അതാണോ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം? നീ വീട്ടിൽ വിളിച്ച് കാര്യം ചോദിക്കൂ. അമ്മ അപ്പോഴത്തെ ദേശത്തിന് അങ്ങനെ പറഞ്ഞുള്ള പോട്ടെ. എന്നാലും തലറിച്ച കുട്ടി എന്നൊക്കെ പറയാൻ പാടുണ്ടോ? ഞാനേ അന്നേരത്തെ ദേശത്തിന് പറഞ്ഞതല്ലടാ. ഇതേ കുറച്ച് നാളായിട്ട് പറയാൻ വെച്ചതാ. നമുക്കേ ഈ ബന്ധം വേണ്ട. അമ്മ അരുണേ, ഞങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. വഴക്കം മക്കാണായിട്ട് കല്യാണം നടത്താന്ന് വെച്ചാ ഇങ്ങതാ ദിവ്യക്ക് ബാങ്ക് ജോലി കിട്ടിയില്ലാന്ന് വെച്ചാ ഞങ്ങളുടെ മോളിവിടെ മൂത്ത് നരിച്ച് നിൽക്കണമെന്നാണോ? എന്ത് പറഞ്ഞടാ? വീട്ടുകാരെ തമ്മിലടി. എടാ, നീ എപ്പോഴും ഈ പഴങ്കഞ്ഞി പോലെ നിൽക്കാതെ. എടാ, ഈ വീട്ടുകാരും നാട്ടുകാരൊക്കെ ഈ കല്യാണം കൂടാനും പിന്നെ ബിരിയാണി കഴിക്കാനൊക്കെ കാണുള്ളൂ. ഇത് നിങ്ങളുടെ ജീവിതമാണ്. നീ ഒരു തീരുമാനം എടുക്ക്. ലോകത്തേത് ശക്തി എതിർക്കുവാണെങ്കിലും ഈ അരുൺ പവിത്രൻ എന്ന ഞാൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് സ്വാതിയായിരിക്കും. ഈ രാത്രി എന്നെ നാട്ടിലേക്ക് പോകും. കല്യാണ തീയതി കുറിച്ച് ഇനി ബാംഗ്ലൂരിലേക്ക് മടങ്ങും. പോരെ? മുഴുവൻ കുടിച്ചു. ആ സോപ്പ് ഇട്ടാ. സോപ്പൊക്കെ തേക്കാറുണ്ടോ? എടാ, നിനക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റുമെങ്കിൽ അത് മതി. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി തന്നല്ലേ. എല്ലാം പൊളിഞ്ഞല്ലേ. ആ ദിവ്യയുടെ ഒരു ബാങ്ക് ജോലി. എടാ, ബാങ്ക് ജോലിക്ക് എന്തൊരു കുഴപ്പം? നീ ബാങ്കിലല്ലേ. പിന്നെ അവളെ പോലെ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അത് നടക്കൂലെന്ന് കണ്ടപ്പോ ബാങ്കിൽ കയറി. എടാ, നിന്നെ പോലെ തന്നെ അവളും എൻ്റെ മരുമോളാ. ആ കാര്യം നീ മറക്കരുത്. മാമാ, ഞാൻ അവളെ രജിസ്റ്റർ മാരേജ് കഴിക്കും. എന്തത്? ഞാൻ അവളെ രജിസ്റ്റർ മാരേജ് കഴിക്കുന്നു. എടാ, നിക്കടാ. എനിക്ക് ഈ കല്യാണം തന്നെ മതി, അല്ലെങ്കിൽ ഞാൻ രജിസ്റ്റർ മാരേജ് ചെയ്യും. അയ്യോ മോളെ, നീ അതിനൊന്നും മുതിരണ്ട. അച്ഛൻ നടത്തി തരാ ഈ കല്യാണം. നിങ്ങളൊന്നും മിണ്ടാതിന് മനുഷ്യ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്നാ അച്ഛനും മോളും കൂടെ ആയിക്കോ. പറഞ്ഞ കേൾക്കരുല്ലോ. ഞാനും കൂടി ഇരുന്ന് ഉറപ്പിച്ച കല്യാണമല്ലേ ഇത്. ഒറ്റ വാക്കാൻ അങ്ങനെ മുറിച്ചു കളയാനൊന്നും പറ്റില്ല. ഒന്നുമില്ലെങ്കിൽ ഞാൻ ചെക്കൻ്റെ അമ്മാവനല്ലേ. ഒരമ്മാവൻ വന്നേക്കുന്നു. രാവിലെ തന്നെ ചരമക്കുളം വിരിച്ച് ചാരൊക്കെ ചത്തൊന്ന് മഷിയിട്ട് നോക്കണം. ആ ലെവലാതി. എത്ര പേരാ കല്യാണ ഇഷ്ടത്തിന് വന്നത്? അവരോടൊക്കെ ഇനി എന്തു പറയും? 6 മാസം കഴിഞ്ഞ് കല്യാണം നടത്താന്ന് പറഞ്ഞല്ലേ. അവര് പന്തൽ വരെ ഏർപ്പാടാക്കി മാമാ. അവര് പന്തലിട്ടതാന്നോടാ വലിയ കാര്യം. എടി, ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇവൻ കല്യാണം കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തേക്ക് ചാടുമെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? എൻ്റെ വല്യേച്ചി അവനങ്ങനെ രജിസ്റ്റർ മാരേജ് ചെയ്താ നമ്മുടെ കുടുംബത്തിന് മാന പോണം. ചെറുക്കനമ്മനും കൂടെ വിളിച്ചോടി പോയി കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞപ്പോഴാ 2 കൂട്ടരും കൂടെ ഒന്നിച്ചതേ. അല്ലെങ്കിൽ 2 കൂട്ടരും കൂടെ തമ്മിൽ തല്ലി പിരിഞ്ഞു പോയവരാ. അതെ. ദിവ്യ എന്തേ സുകുമാരി ചേച്ചി? അവൾക്കിന്ന് സിൻഡിക്കേറ്റ് ബാങ്കിന്റെ പരീക്ഷയുണ്ട് ചേച്ചി. എടോ, പെണ്ണു വീട്ടുകാര് ആടി കളിക്കുന്നുണ്ടല്ലോ. ഇത് സിമെന്റ് ഇട്ട് ഉറപ്പിച്ചേക്കണം. കുറച്ച് മണലും കൂടെ ചർച്ചയ്ക്കോ വാർത്തകളെ. അപ്പോ നമ്മളെല്ലാരും പറഞ്ഞ പോലെ മലയാള മാസം മേടവം 29 കല്യാണം. എന്തേ? അതിന് 2 ആഴ്ച മുമ്പ് നമ്മൾ കല്യാണ സാരിയും ആഭരണമൊക്കെ എടുക്കും. എല്ലാവർക്കും സമ്മതല്ലേ? മാറ്റൊന്നുമില്ലല്ലോ.
നീയും കൂടെ വാ. പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? അതെ അതെ വന്നേ. അച്ഛാ പോവാം. അതെ അമ്മ വരുന്നില്ല. ഹാ അതെന്ത് പരിപാടിയാ അമ്മേ? നമുക്കെല്ലാവർക്കും വേണ്ടിയല്ലേ ഡ്രസ്സ് എടുക്കുന്നേ. അവരോടെന്ത് പറയും ഇനി? ഇത് നിനക്ക് വേണ്ടി മാത്രം നടത്തുന്ന കല്യാണമല്ലേ? അപ്പൊ നീ തന്നെ ചരക്കെടുക്കാൻ പോയച്ചാ മതി. എനിക്ക് നല്ല സുഖമില്ലെന്ന് പറഞ്ഞേര്. അമ്മ തമാശ കളിക്കാതെ വാ അമ്മേ. എടാ, ഈ പെണ്ണ് വീട്ടുകാരെ അവരുടെ പൊങ്ങച്ചം കാണിക്കാൻ നടത്തുന്ന പരിപാടിയാണ് ഈ ചരക്കെടുപ്പ്. അതിന് വന്ന് നിന്ന് തരാൻ എനിക്ക് മനസ്സില്ല. ആ അടിപൊളി, പോവാം. നീ വരുന്നോ? അമ്മേ. അയ്യോ, അച്ഛൻ വരുന്നില്ലേ? എന്നാ പിന്നെ ഞാൻ കൂടെ. ഇങ്ങക്ക് നാണമില്ലല്ലോ. എല്ലായിടത്തും വലിഞ്ഞു കയറി പോയിക്കോളൂ. പോയിട്ട് പോ. നിന്ന് ചമ്മാതെ പോയി പെനയിൽ കലക്കാൻ നോക്കി. വെൽക്കം. ഇതാണ് നമ്മുടെ. എങ്ങനെയുണ്ട്? അടിപൊളി. ആ കൊള്ളാം. ഈ ഫ്ലാറ്റ് മുഴുവൻ നമുക്ക് പിള്ളേരെ കൊണ്ട് നിറയ്ക്കണം. അതിന് അരുണേട്ടൻ കൂടി പെരേണ്ടി വരും. അയ്യേ അത് വേണ്ട. കല്യാണമാണ്, വരണം. കല്യാണമാണല്ലേ? കൺഗ്രാചുലേഷൻസ്. താങ്ക് യു സർ. പിന്നെ പലതവണ ഇതും പറഞ്ഞ് ലീവ് എടുത്തിട്ടുള്ളത് കൊണ്ട് ഇത്തവണ ഒരു 3 ദിവസം ലീവ് എടുത്തോ. പോയി അടിച്ചു പൊളിച്ചു. പിന്നെ തിങ്കളാഴ്ച തിരിച്ച് ജോയിൻ ചെയ്യണം. 3 ദിവസം പറയുമ്പോൾ ഒന്ന് സെക്കൻഡ് സാറ്റർഡേയും മറ്റേ സൺഡേ അല്ലേ? അത് ശരിയാണല്ലോ. എടാ നിന്നെ കൊണ്ട് പറ്റാത്തോണ്ടാ. ഞാനായിരുന്നു നിങ്ങളുടെ ചൊറിച്ചില്. കല്യാണമാണ്, വരണം. ഹാപ്പി മാരീഡ് ലൈഫ്. സുദീപ് സർ, കല്യാണമാണ്. ಕಂಗ್ರ್ಯಾಚುಲೇಷನ್ಸ್ ಸ್ವಾತಿ, ಖಂಡಿತ ಬರ್ತೀನಿ. താങ്ക് യു. കുഞ്ഞിക്ക എന്ത് രസമുള്ള ഫോട്ടോസ് അല്ലേ? ജീവിതത്തിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ മിനിമം 2 എണ്ണെങ്കിലും കഴിക്കണം അല്ലേ? അതെ. അരുണേട്ടാ, എന്താണ് എപ്പോഴാണ് ഇപ്പൊ കല്യാണം? അടുത്ത മാസം 12. അതിങ്ങ് എത്തിയല്ലോ. അപ്പൊ തുണി മാറുന്നതും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ കല്യാണത്തിന്റെ ഉണ്ടല്ലോ. അതുകൊണ്ട് അപ്പൊ ഞാൻ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നേക്കാം. ആ ഊതല്ലേ. നീയേ നല്ലൊരു ക്യാമറ എടുത്തിട്ട് വേണം അങ്ങോട്ട് വരാൻ കേട്ടോ. എനിക്കൊരുപാട് വിളിയുള്ളതാ. പോട്ടെ. എടാ ജോബി, 12-ാം തീയതി വേറെ വല്ല പരിപാടി ഉണ്ടോടാ? ഇല്ല കേട്ടോ. ആ എന്നാ ഏതെങ്കിലും ഒന്ന് ബാക്കപ്പിന് പിടിച്ചിട്ടോ. ശരി. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് പകുതിക്ക് നിന്ന് പോയതാ. ഫോക്കസ് റെഡിയാക്കില്ല. ഓക്കെ, കിട്ടിക്കോ കിട്ടിക്കോ കിട്ടിക്കോ. അങ്ങോട്ട് മാറി നിൽക്കും. നല്ല ജോഡിയല്ലേ ബസ്? താൻ ആ സെയിൽസ് റിപ്പോർട്ട് മൺഡേ വെക്കാൻ മറക്കണ്ട. ഞാൻ അവരെ അനുഗ്രഹിക്കാൻ പോലെ എന്റെ കല്യാണത്തിന് അനുഗ്രഹിച്ചാൽ മതി. ആ മോളെ, ആ വിളക്ക് കൊടുത്ത് സ്വീകരിച്ചാൽ ആ വളയുടെ ചടങ്ങ് കഴിഞ്ഞാലേ മോക്കം അങ്ങോട്ട് കയറാലോ അല്ലേ? തിരി ഇങ്ങോട്ട്. സ്ലോ മോഷനില് പതുക്കെ പതുക്കെ കയറ്റിക്കോ. അങ്ങ് തള്ളി കയറ്റിയോട്. ആ തള്ളി കയറ്റിക്കോട്. പണി പാളി. വല്യച്ചി, ഇത് മനഃപൂർവ്വം ചെറുത് നോക്കി വാങ്ങിയതായിരിക്കും. സ്വഭാവം കാണിക്കില്ലേ? കേറുന്നില്ലല്ലേ? ആ സോപ്പിട്ട് വെപ്പിച്ചാൽ മതി, കയറിക്കോളൂ. വറ സോപ്പ് നല്ലതാണ്, അതിട്ടാ പതയും. കുഴപ്പമില്ല മോളെ, സോപ്പിട്ട് വെപ്പിച്ചാൽ മതി, കേറും. കേറി വാ. എന്തായാലും ആ വള കയറാത്തത് വലിയ കഷ്ടമായിപ്പോയി. അമ്മ സ്വർണ്ണം എടുക്കാൻ വരാത്തോണ്ടല്ലേ അളവിന് മേടിക്കാൻ പറ്റാതിരുന്നത്? അല്ല, ഒരു വള കയറാത്താണോ ഇത്ര വലിയ പ്രശ്നം? അല്ല,
നീ തന്നെ ഒരു വള മേടിച്ച് അമ്മയുടെ കയ്യിലിട്ട് കൊടുത്താൽ മതി, അമ്മയ്ക്ക് സന്തോഷാവും. പിന്നെ പിന്നൊന്നുമില്ല. ലൈറ്റ് ഓഫ് ആക്കല്ലേ, ഞാൻ ഒന്നും പറഞ്ഞു തരുന്നില്ല. മിണ്ടാതെ അവിടെ അടങ്ങിക്കിടന്നോ. മര്യാദയ്ക്കൊന്ന് ശ്വാസം വിട്ട് അപ്പുറത്ത് കേൾക്കും. സ്വാതി മിണ്ടി പോരുത്. നിങ്ങളുടെ നാട് കൊള്ളാട്ടാ. പിന്നെ ചുമ്മാതാണോ? അതെ, എനിക്ക് പറ്റിയ സുന്ദരികളായ ക്രിസ്ത്യാനി പെൺകുട്ടികളെ കിട്ടുമോ? പോടാ പോടാ. അതെ, അവന്റെ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്തേക്കുന്നു. എവിടെ? അവൻ ഈ ആദ്യ രാത്രിയിലും ഫേസ്ബുക്കിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഫേസ്ബുക്കിൽ മാത്രമേ അപ്ഡേറ്റ് ആയി കാണത്തുള്ളൂ. എന്തുവാടും, തനിക്ക് LP സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചുള്ളല്ലേ, കുറച്ചുകൂടി ഡീസൻ്റ് ആയിക്കൂടെ? അങ്ങനെ ആവണേ. ആവല്ലേ ലേ. ചായ വേണമെങ്കിൽ ഞാനുണ്ടാക്കാട്ടോ അമ്മേ. ചായയൊക്കെ ഇട്ടു. ദേ ആ പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ചെടുത്ത് അരുണിനും കൂടെ കൊടുത്തേക്ക്. അതെ, നീ കുളിച്ചില്ലായിരുന്നോ? ഇല്ല. ആ മോളെ, ഞങ്ങൾ പഴയ തറവാട്ടുകാരാ. പഴയ ചിട്ടുകളൊക്കെയാ. രാവിലെ എല്ലാവരും കുളിച്ചിട്ടൊക്കെ അടുക്കളയിൽ കയറാറുള്ളൂ. ആ പുറത്തെ സിങ്കിലെ കുറച്ച് പാത്രങ്ങളൊക്കെ കിടപ്പുണ്ട്. മോളതൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ മതി. മോർണിംഗ്. അതെ, ഇവിടെ അടുത്ത് വല്ല കുളം എന്തെങ്കിലും ഉണ്ടോ? ആ, ഞാൻ പോയി വിസ്തരിച്ച് കുളിച്ചിട്ട് വരാം. നിങ്ങളുടെ അമ്മയ്ക്ക് സന്തോഷായിക്കോട്ടെ. ഞങ്ങള് പറഞ്ഞ തടീനല്ലേ? അതെ, മോൾക്ക് കൊടുക്കാളാണ്. ഇന്നലെയാണ് കല്യാണം കഴിഞ്ഞത്. ഉടനെ അടുക്കള കാണാൻ പോണം. ഓരോരോ നാട്ടു നടപ്പല്ലേ, നമ്മളായിട്ട് തെറ്റിക്കണ്ടല്ലോ. നമുക്കൊട്ടും കുറയ്ക്കാനും പറ്റില്ലല്ലോ. ഈ വലിപ്പം മതിയാവൂല്ലേ ചേട്ടാ? പിന്നെ സാറിന് അറിയാലോ, നമ്മൾ ചെയ്യുന്നതൊക്കെ കണ്ടംപററി പാറ്റേൺ ആണ്. പിന്നെ സാറ് നമ്മുടെ റെഗുലർ കസ്റ്റമർ ആയതുകൊണ്ടും ഒറ്റത്തടി ക്ലാസിക്കൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഓക്കെ ഓക്കെ. അല്ല എടുക്കല്ലോ. എന്താണ് സാർ, 10-35 കൊല്ലം ആയില്ലേ നമ്മുടെ ഈ ഫീൽഡിൽ. ഓക്കെ ഡൺ. ഓക്കെ, എന്നാ പിന്നെ ബില്ല് എടുക്കാമല്ലോ അല്ലേ? ആയിക്കോട്ടെ. ഓക്കെ പ്ലീസ്. കട്ടിൽ കൂടെ മേടിക്കണോ? കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ സമയത്താണ് അരുണിന്റെ ജീവിതത്തിലേക്കുള്ള വിസ എനിക്ക് കൃത്യമായി സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയത്. ആ അത് മതി. ചേച്ചിയെ ഒന്ന് വേഗം വേണേ, ഉച്ചക്കത്തേക്കുള്ളതാ. എടാ സുപ്ര, അവര് വരൂലേ? അവര് വന്നില്ലെങ്കിൽ അലമാര വന്നാൽ മതി. അത് നമുക്ക് അർഹതപ്പെട്ടു പോകല. മോളെ, അലമാര വരുമോ? ആ വരും. വാച്ച് അല്ലേ, രാഹുകാലോ? നിന്നെ കണ്ടെന്നു എന്റെ രാഹുകാലം. എടാ സുപ്ര വരുന്നില്ലേ? കാറിങ്ങോട്ട് അലമാരപ്പുറത്ത് എവിടെ വേണേലും വലിഞ്ഞ് കയറിക്കോളൂ. അമ്മേ, മോളെ നമസ്കാരം. വൈകിയില്ലല്ലോ. എടാ സൂപ്ര, അവിടെ ഇറങ്ങടാ. ഇത് തമക്കളാണോ അതോ മരം തന്നെയാണോ? അത് അവര് ചെയ്തോ. എടോ, ഞാൻ ഈ തറവാട്ടിലെ മാമനാണോ? മാമൻ. അത് ശരി. അതൊന്ന് വേഗം ചേരണ്ടി. സുകുമാർ ചേച്ചി, എന്ത് വലിയ അലമാരയാണ് വന്നേക്കണ. ഈ നാട്ടിൽ ഇത്രയും വലിയ അലമാര വന്നിട്ടില്ല. ആണോടി? ആ, ഒന്ന് പോടിയോ. സത്യം. ആ, അരുണ് വലിയ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചതേ സുകുമാർ ചേച്ചിയുടെ ഭാഗ്യമാണ് കേട്ടാ. ആ വാ വാ, ഞാൻ ഈ അടുക്കളയിൽ നല്ല തിരക്കായിരുന്നു. ഉഗ്രൻ. പിന്നെ പറഞ്ഞു പണിയിച്ചതാ എന്റെ മോൾക്ക് വേണ്ടി. പ്ലൈവുഡ് പൊട്ടിയിട്ടിരിക്കുക. കൊള്ളാലേ? ആ കൊള്ളാം. ഹലോ മിസ്റ്റർ അരുൺ, നമസ്കാരം. ആ, അന്നാ നിങ്ങൾ ഇറക്ക്. കണ്ണാടിക്ക് വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിലേ കാണിച്ചു തരാം. എന്താ ഇറക്കണല്ലേ?
അതെ എനിക്ക് നോക്കൂലിയാ. താങ്ങി പിടിക്കേ. നിങ്ങൾ എന്തെങ്കിലും പോണത് സാധനം എവിടെ വെച്ച് അവര് കൊണ്ട് വെച്ചോളൂ. സൂക്ഷിച്ച് നോക്കി. വാ ചേട്ടാ വാ ചേട്ടാ വാ വാ ചെരിച്ച് 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 വാ 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 ചേട്ടാ വാ ചേട്ടാ വാ ചെരിച്ച് ചെരിച്ച് ആ അതെ അതെ വാ വാ വേണം. ഒരുപാട് കശില വാങ്ങിയതാ. അയ്യോ അയ്യോ ഇവിടെ പറ്റില്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ സൈഡിലോട്ട്. കുറച്ചുകൂടെ വലിപ്പവും വിസ്താരമുള്ള വീട്ടുകാർക്ക് കെട്ടിച്ചു കൊടുത്താൽ മതിയായിരുന്നു. അതങ്ങനെ മോളുടെ ഇഷ്ടത്തിനകത്ത് തുള്ളുവല്ലോ. അവിടെ വെച്ചേക്ക്. അവള് തല്ലിയില്ലേ പെങ്കോന്തൽ. ഇവിടെ ഈ കോർണർ ഇവിടെ 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 വന്നോട്ടെ വന്നോട്ടെ. ഞാൻ പാലിന്റെ കിടക്കിരുന്ന് കണ്ടാ ഇവിടെ വെക്കാൻ പറ്റില്ല, ഇവിടെ വെക്കാൻ പറ്റില്ല. ഇവിടെ വെക്കാൻ പറ്റില്ല. അച്ഛാ ഒന്ന് മാറ് അച്ഛാ. അമ്മയുടെ പാലിന്റെ ഒന്ന് മാറ്. ഇവിടെ വെച്ചു ഇവിടെ വെച്ചു ഇവിടെ അവിടെ തന്നെ. കറക്റ്റ് സ്ഥലം. ഇത്രയും നല്ലൊരു അലമാര കിട്ടിയിട്ട് നിങ്ങളുടെ അമ്മയുടെ മുഖം ഇരിക്കുന്ന കണ്ടില്ലേ, കടന്നൽ കുത്തി പോലെ. കുറച്ചും കൂടെ വലിയ അലമാര പണിക്കായിരുന്നു അല്ലേ? എന്നിട്ട് തന്നെ പെരപ്പുറത്ത് കയറ്റി വെക്കാനോ? അലമാരിയല്ല, കോഴിക്കോടായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. നല്ല പാരമ്പര്യമുള്ള തറവാട്, നല്ല വീട്ടുകാരി, നല്ല ഭാര്യ വീട്ടുകാർ. മോനെ അരുണേ, വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്.